ഹലോ ഗൈസ്, നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി, അതായത് ഈ കാണുന്നത് ആലപ്പുഴ ഒരു 84 വർഷം മുന്നേ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച നമ്മുടെ കനാലും കനാൽക്കരയിലെ കെട്ടിടങ്ങളുമാണ് ഈ കാണുന്നത്. നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടി ഇന്ന് ഇവിടെ ഓർമ്മയാകാൻ ഇനി ഏകദേശം ഒരാഴ്ച മിച്ചമാണ്. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി ഓർമ്മയിലേക്ക് കടക്കുകയാണ്. അതായത് ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടി ഇനി ഓർമ്മയിൽ മാത്രം. നമ്മുടെ കുട്ടനാട്ടുകാരുടെയും ആലപ്പുഴക്കാരുടെയും പൈതൃക സ്വത്തായ ഈ ആലപ്പുഴ ബോട്ട് ജെട്ടി ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതതാണ്. ഈ തൂണുകളും കെട്ടിടങ്ങളും ഓഫീസുകളും എല്ലാം. ഈ കടമുറികളൊക്കെ ഇത് എഴുതിയിരിക്കുന്നുണ്ട്. ആലപ്പി ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ലിപിയിൽ എഴുതിയതാണ് അന്നത്തെ കാലത്ത്. ഈ കടമുറികളും എല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നതാണ്. വരുന്ന കടക്കാർ ഇത് പുതുക്കി പണിത് പോകുന്നതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ കടകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലെ പൈതൃക സ്വത്താണ്. നമുക്ക് അവകാശപ്പെടാവുന്ന നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴയുടെ സ്വന്തം ബോട്ട് ജെട്ടി ഇനി ഇത് ഓർമ്മയിൽ മാത്രമാണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മാത്രമേ ഈ ജെട്ടി ഇനിയും കാണാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ ഇത് പുതുക്കിപ്പണിത് ഇതിൻ്റെ പുതിയ രൂപരേഖയിലായിരിക്കും വരുന്നത്. ഈ ജെട്ടിയുടെ മുകളിൽ കൂടി പാടത്തിൻ്റെ ഒരു ആവശ്യമില്ല. പറഞ്ഞു വന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടി, അതായത് ഇനി ഏകദേശം ഒരാഴ്ചത്തെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ശിക്കാരവള്ളങ്ങളും ബോട്ടുകളും ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമ്മളിനി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഈ തോടൊക്കെ ഇനി മാറി പുതിയ വർക്കുകളൊക്കെ തുടങ്ങി ഈ രൂപകൽപ്പനയൊക്കെ ചെയ്ത് പുതിയ മോഡലിലാണ് നമ്മളിപ്പോൾ ഈ ആലപ്പുഴ ബോട്ട് ജെട്ടി വരാനിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇത് പുതുക്കി പണിയുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നമ്മുടെ ബോട്ട് ജെട്ടി എങ്ങനെയാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന ശിക്കാരവള്ളങ്ങളും കാര്യങ്ങളുമൊക്കെ അടുത്ത ആഴ്ച മുതൽ ഇത് വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ പുതിയ ഓർഡിനൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നും ഇനി ഈ ഒരു കാഴ്ച ഇനി അപൂർവം നമ്മൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മൾ കാണുന്നില്ല. പുതിയ പാലങ്ങളും ഓവർ ബ്രിഡ്ജും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പാലങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഓഫീസായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇതാണ് സ്റ്റെപ്പ്. ഇതൊക്കെ ഒരു ഓർമ്മകൾ മാത്രം ഇനി എല്ലാവരുടെയും മനസ്സിൽ മാത്രമാണ് ഈ ബോട്ട് ജെട്ടിയുടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ബോട്ട് ജെട്ടിയുടെ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമൊക്കെ മാറ്റി പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് സർക്കാരിൻ്റെ പരിപാടി. എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളിവിടെ എഴുതിയതാണ്. ഇതാ വർഷാവർഷം ഏകദേശം മെയിൻറ്റെയിൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ സർക്കാരിൻ്റെ ഓഫീസുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ കാണുന്ന വലിയ പ്ലാറ്റ്ഫോം നമ്മുടെ പൈതൃക രീതിയിൽ ഉണ്ടായിരുന്നതാണ്. ഏകദേശം 84 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി രൂപകൽപ്പന ചെയ്തിട്ട്. ജെട്ടിയുടെ ചരിത്രത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ ഈ ആലപ്പുഴ ബോട്ട് ജെട്ടി ഇനി ഓർമ്മകളിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതായത് വരുന്ന മാസം ഫെബ്രുവരി 1-ാം തീയതിയോടുകൂടി ഇവിടെ നിന്നുള്ള കടകളും ജലഗതാഗത ഓഫീസുകളും ജലയാനങ്ങളും എല്ലാം ഇവിടുന്ന് മാറ്റിക്കൊണ്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മാതാ ജെട്ടിയിലേക്കാണ് നമ്മൾ സർക്കാരിൻ്റെ പുതിയ പദ്ധതി. അവിടെയാണ് ബോട്ടുകളെല്ലാം അടുപ്പിച്ച് അവിടെയാണ് യാത്രക്കാരെ എല്ലാം കയറ്റി ചരിത്രം രക്ഷിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണ്. പണ്ടിവിടെ പ്രൈവറ്റുകാർ ഇവിടെ ജലഗതാഗതം ആരംഭിച്ചപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് നേരിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജലഗതാഗതം ഉറപ്പുവരുത്താൻ വേണ്ടി ഇവിടെ സർക്കാരിൻ്റെ രീതിയിലുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ കൂടെയാണ് നമ്മുടെ ബോട്ടുകൾ പോകുകയും വരികയും യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും എല്ലാം ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ വർക്കുകൾ, അതായത് പുതിയ മേൽപ്പാലത്തിൻ്റെയും മൊബൈലിറ്റി ഹബിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. അതിൻ്റെ മിഷനറി സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം നമ്മുടെ വേഗ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ബിഗ് പ്രോജക്റ്റായ വേഗ ഉൾപ്പെടെയുള്ള സർവീസുകൾ അടുത്ത സ്റ്റാൻഡിലേക്ക് മാറ്റിക്കൊണ്ടുള്ള സർവീസുകൾ ആരംഭിക്കാൻ പോകുകയാണ്.